നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്തുള്ള പള്ളിക്കത്തോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അരുവിക്കുഴി വാട്ടർഫാൾസ്. അപ്പോൾ അവിടെ നമുക്ക് നല്ല സീസണിൽ ഇപ്പോഴാണ് നമുക്ക് അവിടെ കാണാനുള്ളത്. അപ്പം ഓഫ് സീസൺ ആണെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നല്ല സീസൺ സമയത്ത് ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല വെള്ളമാണ് അവിടെ. അപ്പോൾ ഞങ്ങളെ ഈ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ്റെ മകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, കരികൃഷ്ണൻ. അപ്പം അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇവരുടെയാണ് UP വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. 1.5-2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ അവിടെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ നമ്മുടെ തടിയിലുള്ള കൊത്തുപണികളാണ് അതിൽ കാണിക്കുന്നത്. വളരെ പ്രശസ്തമായ ഒരു ചാനലാണ്. അപ്പം പരീക്ഷണം ഞങ്ങളെ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും എത്ര മുതിർന്നവർക്കായാലും എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് നമുക്ക് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വനത്തിനുള്ളിൽ കൂടിയുള്ള പാറകളിലൊക്കെ തട്ടിത്തെറിച്ച് വീഴുന്ന വെള്ളച്ചാട്ടവും അതിൻ്റെ ഒച്ചയും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര രസമായിരിക്കും. അത് നമ്മൾ അടുത്ത് നിന്ന് നമുക്കത് ആസ്വദിക്കാം. പക്ഷേ അപകടം ഉണ്ടാക്കരുതെന്ന് മാത്രം. കാരണം അവിടെ നമ്മളോട് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞായിരുന്നു, 1.5-2 വർഷത്തിന് മുമ്പ് 2 പേര് മുകളിലായിട്ടുണ്ട്. നമ്മൾ പാലത്തിന് അടിവശത്തായിട്ട് ഒരു തട്ടുണ്ട്. ഇവർ പറയുന്ന കേൾക്കാതായിട്ട് ഇവർ കാണാതെ അവരവിടെ ഇറങ്ങി. ഒരു 3-4 പേരുണ്ടായിരുന്നു. 2 പേര് വെള്ളത്തിൽ തട്ടി താഴെ വീണ് മരണമൊന്നും സംഭവിച്ചില്ല, പക്ഷേ നല്ല ഇഞ്ചുറി ഉണ്ടായി അവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ നിൽക്കാതെ അവർക്ക് സ്റ്റാഫുകൾ പറയുന്നത് കേട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അരുവിക്കുഴി വാട്ടർഫാൾസ്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നമുക്കിവിടെ പ്രവേശനമുണ്ട്. 26 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സീനിയർ സിറ്റിസന് 13 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് വന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ വന്ന് അവിടെ ഇരുന്ന് കഴിച്ച് നമുക്ക് വൈകിട്ട് 3, 4, 5 മണിയൊക്കെ ആവുന്ന സമയത്ത് പതുക്കെ തിരിച്ച് പോയാൽ മതി. അപ്പോൾ ഈ വെള്ളമൊക്കെ കണ്ട് അതിനകത്തുള്ള നമുക്ക് ഇരിക്കാനുള്ള സ്ഥലഘട്ടമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഓടിച്ചാടി നടക്കാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുന്നിടത്ത് അവിടെ വേറെ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്ത് പണിതാണ്. 1-2 ഹട്ടുകളും ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പാലത്തിൻ്റെ എൻട്രി വരെ നമുക്കുള്ളൂ, അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി പറ്റില്ല, അവിടെ അടച്ചു വെച്ചിരിക്കുന്നു. അതെന്താ കണ്ടില്ലേ, പാലം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റും. അവിടെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഈ ടോയ്ലറ്റൊന്നും നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റ് പണിത് വെച്ചിരിക്കുന്ന ഹട്ട് കോഫി ഷോപ്പോ കറിത്തിരി എന്തൊക്കെ ആയിരുന്നു അതൊക്കെ പണിയാൻ വേണ്ടിയിട്ടായിരുന്നായിരിക്കാം. പക്ഷേ അതൊക്കെ നല്ല ഭംഗിയായിട്ട് പണിത് തേച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അതൊന്നും പ്രവർത്തനമാക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയായിട്ടൊന്ന് ആസ്വദിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന മാത്രം കേട്ടാൽ പോലെ നമുക്കപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ നമുക്കൊന്ന് കേട്ടാൽ ആസ്വദിക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു മിനിറ്റ് പോട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. അപ്പോൾ ഈ പാലം നല്ലൊരു പാലമാണ്. ഇതിൻ്റെ അങ്ങേക്കരയ്ക്ക് ഉണ്ടായിരുന്ന മറ്റ് കെട്ടിടങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനക്ഷമതമാക്കിയിരുന്നെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. നല്ല രീതിയിലുള്ള സെയിൽ കച്ചവടങ്ങളൊക്കെ നടക്കും. കാരണം കോഫി ഷോപ്പ്, നമുക്ക് മേളിലൊരു കോഫി ഷോപ്പുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു വരച്ച് വെച്ചിരിക്കുന്ന ഒരു ചിത്രം പോലില്ലേ അത് കണ്ടിട്ട്. ഇത് മേളിൽ നിന്ന് അരുവി ഒഴുകി വരുന്ന അരുവിയാണ്. അരുവി ഈ പാലത്തിൻ്റെ താഴെ വെച്ചാണ് അത് വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരണം. നമുക്ക് ഈ വെക്കേഷൻ സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഈ
പെയ്ത് തോന്നി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ മഴ സമയത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം ഒരുപാടുണ്ട്. പിന്നെ മഴ കഴിയുമ്പോഴത്തേക്കിന് ഇതൊക്കെ കുറയും. എങ്കിലും ഇവിടെ വെള്ളച്ചാട്ടം ഇതുണ്ട്. ഞങ്ങളെ കണ്ടോണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന 2 പട്ടിക്കുട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പുതിയ ഓരോ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.